ഹലോ ആ ഗായു എന്റെ പൊന്നു കുട്ടി, ഞാൻ എല്ലായിടത്തും ഇല്ലേ കുട്ടി. സനിയ ഗായു, ഞാൻ പറഞ്ഞിട്ടില്ലേ ഗായു, സിറ്റി വന്നു കഴിഞ്ഞാൽ ഒന്ന് വിളിക്കണോന്ന്. ഗായു എന്താ വിളിക്കാഞ്ഞത് ഗായു? കിടന്ന് വിളിക്കുന്നോ. എത്ര പേരെയാണ് ഞാൻ മാനേജ് ചെയ്യണ്ടേ? ഒരു സൈഡിൽ സാനിയ, ഒരു സൈഡിൽ ഗായു, ഒരു സൈഡിൽ ഹലോ. ആ പറ 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 കാത്തി. ആ എന്തുണ്ട് വിശേഷമൊക്കെ? സുഖാണോ? നിന്റെ അച്ഛൻ വിളിച്ചായിരുന്നു ഒരു കാര്യം പറയാൻ വേണ്ടി. കുഞ്ചു ഭാസ്കരാ, അണ്ണു എടാ എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. നിന്റെ താടി ഇല്ലെങ്കിലും ഉണ്ടല്ലോ നിന്നെ മനസ്സിലാവത്തോലല്ലോ കേട്ടോ. ഇത് ഭാസ്കറിന്റെ ഗേൾഫ്രണ്ട് ആണോ? പാട്ടൊക്കെ പാടിക്കൊടുത്ത് കഴിഞ്ഞിട്ടേ കുട്ടിയുടെ പേരെന്താണ്? ബ്രേക്കപ്പ് എന്ന് പറയുന്ന എല്ലാവർക്കും കുട്ടി പാട്ട് പാടി കൊടുക്കുവോ? ഫ്രണ്ടല്ലേ ആശ്വസിപ്പിക്കല്ലേ ഇവിടെ പാട്ട് കിടക്കാണ്. ഓ, ഞാൻ ജോക്കർ, പേര് ജോക്കർ, ജോക്കർ എന്നാണ് പേര്. ടിവിയിലുള്ളയാണ്. കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് സാനിയ. കുട്ടി ഇങ്ങോട്ട് വന്നേ. കുട്ടി ഞാനൊരു കാര്യം ചെയ്യട്ടെ. ടി വി അറിയാവോ? ടി വിയെ അറിയാം. ടി വിയിലെ ലീഡറിനെ അറിയാവോ? പരന്തുവാസു. എന്താണ് അഭിപ്രായം പരന്തുവാസുവിനെ കുറിച്ച്? നല്ല അഭിപ്രായം, നല്ല ആളാ. കുട്ടി ആക്ച്വലി ഉണ്ടല്ലോ, ഈ പരന്തുവാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാനിയ 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 എന്നും പറഞ്ഞാണ് 24 മണിക്കൂർ ഇരിക്കുന്നത്. കുട്ടിക്കറിയാവോ? നിങ്ങൾ തമ്മിൽ എന്താണ് ഒരു ബന്ധം? ഞങ്ങള് തമ്മിൽ അങ്ങനൊന്നുമില്ല. ഞാനിങ്ങനെ ഒരു കരക്കമ്പി കേട്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ എന്തോ ടെക്സ്റ്റ് ചെയ്യാറുണ്ടെന്നോ കോള് വിളിക്കാറുണ്ടെന്നോ. അതൊക്കെ എങ്ങനെ? എന്റെ പൊന്നു കുട്ടി, ഞാൻ എല്ലായിടത്തും ഇല്ലേ കുട്ടി. ആണല്ലേ? സത്യം പറ, സത്യം പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞ എനിക്കറിയില്ല. ഞാനും ഇപ്പോ ഈ പറയണ പുള്ളിയായിട്ട് എങ്ങനെയായിരുന്നെന്ന് ഇനി കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഓർമ്മകളൊക്കെ പോയി. ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞു തന്നിട്ട് അറിയണ ഞാൻ ഇപ്പോൾ ഫ്രണ്ടാണെന്ന്. ഈ രായം വന്നിട്ട് പറഞ്ഞ് ഞാൻ പുള്ളിക്കാരി സിസ്റ്ററാണെന്ന്. എനിക്കറിയില്ല സത്യം പറഞ്ഞ എന്താ സംഭവിക്കുന്നതെന്ന്. ഞങ്ങൾ പക്ഷെ ചാറ്റൊക്കെ നോക്കുമ്പോൾ ഞാൻ പുള്ളിക്കാരായിട്ട് നല്ലോണം ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടിക്ക് എന്തായിരുന്നു പ്രശ്നം? പ്രശ്നം എനിക്ക് കുറച്ച് ദിവസം മുമ്പ് എന്തൊരു ആക്സിഡന്റ് പറ്റി തോന്നുന്നു. എൻ്റെ മെമ്മറീസ് കുറച്ച് പോയി. ഓരോരുത്തർ പറഞ്ഞു തന്നിട്ട് അവരൊന്ന് ഓർത്തെടുക്കുന്നത്. ഓക്കെ, എന്നാലും പ്രശ്നം വല്ലതും ഉണ്ടോ ഇപ്പൊ? ഇല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. കുട്ടി ലാസ്റ്റ് വാസുവിന് അയച്ച ടെക്സ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? ലാസ്റ്റോ? പിന്നെ മെറ്റ വടാ കോകു. ഒരു മിനിറ്റ് 10 മിനിറ്റ് എടുക്ക് കുട്ടി. ലാസ്റ്റ് അയച്ചത് ഹാപ്പി ബർത്ത്ഡേ. അതിന് മുന്നേ അയച്ചത്? അതിന് മുമ്പ് ഹലോ ഹായ് അണ്ണ. അതിന് മുന്നേ അയച്ചത് വാസു ഇങ്ങോട്ടൊന്നും അയച്ചിട്ടില്ല? ഓ, അയച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. ഒന്ന് പറഞ്ഞാട്ടെ. ലാസ്റ്റ് എന്നോട് അയച്ചത് ഹലോ, എവിടെയാ, എന്തോ പരിപാടി, സുഖല്ലേ, എങ്ങനെ പോണു കാര്യങ്ങൾ. കഴിവാറാമോൻ എൻ്റെ അടുത്ത് ഇതുവരെ വിളിച്ചിട്ട് ഒരു ദിവസം ചോദിച്ചിട്ടില്ല സുഖമാണോ. അതിന് മുമ്പത്തെ നോക്കണോ? അതിന് മുന്നേ നോക്കിക്കോ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളാണെങ്കിൽ ഫോണ് പറഞ്ഞോളൂ. അല്ല എന്നാലും ഹലോ ചേട്ടാ. അല്ല, ഇതിന് മുമ്പുള്ളതേ ഞാൻ ഈ അന്യ ആൾക്കാരുടെ പ്രൈവസിയിലൊന്നും ഇടപെടാറില്ല, മനസ്സിലായോ? ആണല്ലേ? നമ്മളിങ്ങനെ എത്തിയൊക്കെ നോക്കാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ നമ്മളാരുടെയും പ്രൈവസിയിലൊന്നും നമ്മൾ ഇടപെടാറില്ല, മനസ്സിലായോ? കുട്ടി ഇനി കാണുമ്പോ ഞാൻ സത്യം പറയട്ടെ? പറഞ്ഞോളൂ. അല്ല, ഞാൻ കുട്ടിയെ വിളിക്കാം. കുട്ടി ഈ നമ്പർ ഒന്ന് തരൂ കുട്ടിയുടെ. ഇത് മനസ്സിലായില്ലേ? ഏത്? ഈ നിൽക്കുന്നത് കുട്ടിയുടെ അച്ഛനായിരുന്നു. എന്റെ അച്ഛനാ? പിന്നെ
ജോക്കി എന്റെ പച്ചനായി അച്ഛനൊന്നല്ല. കാട്ടിൽ പറമ്പിൽ കീരി. ക- അതെങ്ങനെ കുട്ടിക്കറിയാം? കുട്ടി അച്ഛനല്ലാന്ന്. എനിക്ക് ഈ ഒരു അച്ഛനില്ല. അച്ഛനില്ലാന്ന് അറിയാല്ലേ? ഞാൻ എന്റെയും കൂടെ തരാം കേട്ടോ. നമ്പർ ഇതാരാ ഇതാരാ ജോക്കി? ഇത് ഇത് സാനിയ മിർസ, റിട്ടയർ ചെയ്ത് ഇപ്പൊ ഇവിടെ നിന്ന് ആർപ്പി കളിക്കുന്ന ടെന്നീസ് വിട്ടിട്ട്. ഓക്കെ വേറെന്തെങ്കിലും അറിയണോ? വേണ്ട. ഓക്കെ. മോളല്ലേ ജോക്കിയുടെ? അല്ല, മരുമോള്. ആണെങ്കിൽ മരുമോള. ഹലോ. ഹലോ ആ. ജോക്കി അല്ലേ? അതെ. ഇന്നലെ ഞാൻ കൊറേ വിളിച്ചിരുന്നു, വിളിക്കാൻ വേണ്ടി ഗായത്രി മാഡം വരുമ്പോ വിളിക്കാൻ വേണ്ടി ഓ! വിളിച്ചു. സാറ് ഫോൺ എടുത്തില്ല. വന്നോ? ആ ആളുണ്ട്, ഡ്യൂട്ടിയിലുണ്ട്. ഒന്ന് കോണ്ടാക്ട് ചെയ്തു. ശരി 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 ശരി. ഇതൊക്കെ ആ ഇന്നലെ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. ഓ, മറന്നുപോയി എന്റെ പൊന്നെ ഒനിക് സർക്കാരെ, മോനെ മറന്നുപോയി. ആ പേര് ഓർമ്മ ഉണ്ട് സാറിന്. കറക്റ്റ് പേര്. ആ ശരി ശരി ശരി. ശരി. ആ ശരി ശരി സാറേ. എന്ത് ചെയ്യാനാ എന്റെ പൊന്ന് സാനിയ, സിറ്റി മൊത്തം ഫാൻസ് ആയി പോയില്ലേ? ഒരുപാട് ഫാൻസ് ഉണ്ടോ? പിന്നെ എന്നെ വിളിക്കും. ആരാ വിളിക്കുന്നേ? ഹലോ. ഒരു മിനിറ്റ് സാനിയ. മുതുക്കുണ്ട്. ഹലോ ആ ഗായു. ജോക്കിയാണോ? ഗായു, ഞാൻ പറഞ്ഞിട്ടില്ലേ ഗായു, സിറ്റി വന്നു കഴിഞ്ഞാൽ ഒന്ന് വിളിക്കണോന്ന്. ഗായു എന്താ വിളിക്കാഞ്ഞത് ഗായു? അണ്ണനെ പാത്ത് ரொம்ப നാളെ, നാനും ரொம்ப നാளைக்கு அப்புறம் വന്നിരിക്കണ. ആണല്ലേ? പക്ഷെ ഗായു, ഞാനൊരു കാര്യം പറയട്ടെ, ഗായു സിറ്റി വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ വിളിക്കുന്നത് ഗായുവിന് മനസ്സിലായി എന്റെ ഒരു ടെക്നിക്. இப்படி கண்டுபிடிச்சிங்கண்ணா? കൊക്കിന് ഡാൻസ് കളിക്കാൻ മഴ വന്നോന്ന് അറിയണോ? இங்க இருக்கீங்க. என்ன இன்னைக்கு என்ன ப்ரோഗ്രാം? തോന്നുന്നു കേട്ടോ, ചിരിച്ചില്ല. ഗായത്രി, അതെ തമിഴ് ആയതുകൊണ്ട് ആ തമാശ മനസ്സിലാവാൻ ഞാൻ തോന്നുന്നു കേട്ടോ. നല്ല ഓ തമാശയായിരുന്നു. മൈ ഗോഡ്, இன்னைக்கு என்ன ப்ரோഗ്രാം കേട്ടേ? ആണല്ലേ? അയ്യോ, അത് പ്രോഗ്രാം ഒന്നും ഇല്ല സാനിയ. എന്ത് പ്രോഗ്രാം? എനിക്ക് അയ്യോ, ഞാൻ ടെന്നീസ് കളിക്കുമായിരുന്നു. അയ്യോ, സാനിയ മിർസ അറിയത്തില്ലേ? സാനിയ മിർസ, ഉനക്ക് സാനിയ മിർസ തെരിയുമാ? ഗായു അടിച്ചുപോയി. അതെങ്ങനെയാണ് സാരി കയറി വന്ന്? സാനിയ, മഴ കൊണ്ട് മാത്രം വിളയ്ക്കുന്ന മുത്തുകൾ പലതും. You have reached an automated voice messaging system. 90766 സാനിയ, 438. ഹാർട്ട് അറ്റാക്ക് വന്നവന്റെ വായിൽ ഒരു വെള്ളത്തുള്ളി ഒഴിച്ചു. വെള്ളത്തുള്ളി ഒഴിച്ച് ആശ്വാസമായിരുന്നു സാനിയുടെ ഹലോ. മനസ്സിലായോ? ഞാൻ വിചാരിച്ചില്ല എല്ലാം അടിച്ചു പോയെന്ന്. ഞാനും അത് വിചാരിച്ച് ഒരനക്കമില്ല. അതാണ് സാനിയ. പക്ഷെ കീരിക്കാടനെ കൊടുത്ത് മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആണോ? പിന്നെ ചുമ്മാ പറഞ്ഞ ആൾക്ക് ഫീൽ ആവും. ആൾക്ക് ഫീൽ ആയാലെന്താ? എനിക്കൊന്നുമില്ല, ഞാൻ ചോദിച്ചത്. You have reached an automated. നമ്മൾ ഒരാളെ ബേഡാക്കാൻ പാടില്ലല്ലോ. അപ്പം ഗായു സാനിയ, ജോണി, ഒരു മിനിറ്റ്. ആ ജോണി, ആ എവിടാണ്? ഇവിടെ ഞാനിവിടെ സിറ്റി അടിച്ചു പോയില്ല. ഇവിടെ എല്ലാവരും ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനും കത്തിക്കൊണ്ട് തിരിച്ചു വന്നിട്ട് ആ മുതുക്കി നിപ്പുണ്ട്. മുതുക്കി നിപ്പുണ്ടോ? ഗായു വന്നിട്ടേ ഒരു കാര്യം പറയട്ടെ. ഗായു സിറ്റി വന്നു. എന്നിട്ട് ഞാൻ ഗായുവിനെ വിളിച്ച്. എത്ര പേരാണ് എന്നെ വിളിക്കുന്നത്? ഗായുവിനെ വിളിച്ചിട്ട് അണ്ണാ നീ എന്ന് പറഞ്ഞ തുടങ്ങിയില്ലേ? അണ്ണ ചേട്ടാ ഇവിടെ ഉണ്ടെന്ന്. അല്ല, ആ അണ്ണനല്ല, മറ്റേ മനസ്സിലായോ? തമിഴ്നാട്ടിൽ മറ്റേ പുരുഷന്മാരെ വിളിക്കുന്ന അണ്ണൻ. ആ, എന്നിട്ട് തന്റെ ബിപിയുടെ കൊളസ്ട്രോളിന്റെ മരുന്ന് കണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ? അതങ്ങനെ പോയി വാങ്ങിക്കാൻ. അല്ല ഇവിടെ ഉണ്ട്. എന്നിട്ട് എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതല്ല ജോക്കി ഇവിടെ ഉണ്ടെന്ന്. ഞാൻ ഈ മുതുക്കിലല്ലേ ഇവിടെ ഉള്ളേ. ഞാൻ മുതുക്കിപ്പോണ്ട്. ഞാനൊരു 360 ഞാനൊന്ന് കറക്കിട്ടൊരു 4 പെണ്ണുങ്ങളല്ലാതെ വേറെ ആരെയും കാണുന്നില്ല. ഇറ്റാച്ചിന്റെ അടുത്താണ് നിൽക്കുന്നേ. അല്ലല്ല, ഞാനിവിടെ മറ്റേ മുതുക്കിലെ മറ്റേ കസര നിർത്തിയിട്ടേക്കുന്നില്ലേ?
കസേര എടോ, അടിക്ക- കാത്തി ആ, കിടന്ന് പച്ചപ്പ്, വിളിക്കുന്നെടോ. ആ എടുക്ക് ഏട്ടായി ചെല്ലേ എടുക്കണമെങ്കിൽ പക്ഷെ എടുക്ക് നോക്കി എടുക്ക്. എന്തൊരു കഷ്ടമാണെന്ന് പറയും. എനിക്ക് ഇഷ്ടമല്ല ഇതൊന്നും. എത്ര പേരെയാണ് ഞാൻ മാനേജ് ചെയ്യേണ്ടത്? ഒരു സൈഡിൽ സാനിയ, ഒരു സൈഡിൽ ഗായു, ഒരു സൈഡിൽ കാത്തി. ഹലോ ആ പറ 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 കാത്തി. ആ എന്തുണ്ട് വിശേഷമൊക്കെ സുഖാണോ? ആ സുഖമായിട്ടിരിക്കുന്നു. കാത്തിക്ക് സുഖമായിട്ടിരിക്കുന്നു. ഓ എനിക്ക് ഭയങ്കര സുഖം. രണ്ടമ്മമാർ എന്നെ തട്ടിക്കൊണ്ട് വന്നിരിക്കും. എന്തിനാ നോക്കട്ടെ, അതിന്റെ അടുത്ത കഥ പറഞ്ഞു തരാവേ. ആരാ തട്ടിക്കൊണ്ട് പോയ കാത്തിയെ? തട്ടിക്കൊണ്ട് വന്നതല്ലെന്നാ പറയുന്നത്. നോക്കട്ടെ എന്തിനാന്നേ. ഇത് മീൻ ഹലോ? കുഞ്ഞോ കവർ ഇട്ടുകൊണ്ട് പോയാൻ? ആ എന്നെ ഈ അടിച്ച് പൊക്കിക്കൊണ്ട് വന്നു. ഒരു മലയുടെ മുകളിലുണ്ട് ഞങ്ങള്. ഡോണ്ട് വറി. എനിക്കൊന്നും സംഭവിക്കാതെ ഞാൻ തന്നെ നോക്കിക്കോളാം. ശരിക്കും ഇറങ്ങടാ എന്റെ വട്ടാടാ കയ്യിന്ന്. ഇതിന്. ഇറങ്ങടാ. ഹലോ ആ ഹലോ ആ ഹലോ ഹലോ. കേക്കാം എനിക്ക്. എന്റെ പൊന്നു കൊച്ചെ, എനിക്ക് എനിക്കും കേക്കാം. കേക്കാം. ഞാനിപ്പോ എന്തോ ചെയ്യണ്ടേ? മലയുടെ മുകളിൽ വരണോ? ഇല്ല, എന്തെങ്കിലും ഉണ്ടേ ഞാൻ വിളിച്ചോളാം. ശരി കാത്തി. ഓക്കെ. എന്തൊക്കെയാടാ ഈ ലോകത്ത് നടക്കുന്ന? ഇത് എന്തൊക്കെയാ ഇത്? സത്യം പറഞ്ഞു കഴിഞ്ഞാ എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നുമില്ല. ആ ഹലോ. സാനിയ, ആ. എന്തുണ്ട് സാനിയ? പിന്നെ സാനിയക്ക് ആ. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് സാനിയ വാസു വരാന്ന് അറിയത്തില്ലേ? അറിയാം, ഇപ്പൊ ഓരോരുത്തര് പറഞ്ഞു തന്നിട്ട് എനിക്കറിയാം. സാനിയ പക്ഷെ ആ ഒരു കണക്ഷൻ എന്തായിരുന്നു എന്നാണ് കറക്റ്റ് ഒരു അറിയില്ലാത്തത്. ആ സാനിയ മീറ്റ് ദിസ് ഇസ് ജോണി. സാനിയ ഹായ്. ജോണി അറിയത്തില്ലേ സാനിയക്ക്? ആ കേട്ടിട്ടുണ്ട്. ജോണി മാമൻ എന്ന് പറയുന്ന ആളല്ലേ? Yeah, yeah. പരിചയപ്പെട്ടിട്ടില്ല. കുറെ പേര് പറയാൻ കേട്ടിട്ടുണ്ട്. ജോണി പരിചയപ്പെടും. ജോണി പുള്ളിക്കത് വിഷമമായെന്ന് തോന്നുന്നു കേട്ടോ. ശരി. പുള്ളിക്കാരൻ നിലത്തിരിക്കാണല്ലോ. പിന്നെ തലയിലോട്ട് തൂയി. ആ? അല്ല പിന്നെ നിലത്തിരിക്കുന്ന മനുഷ്യനെ പിന്നെ ഇവിടെ ജോണി കസേരയിലോട്ട് ഇരിക്കടൂ. പിന്നെ ഈ താഴത്തെ പുൽത്തകടിലേക്ക് പോയി. ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ അങ്ങ് ആലോചിച്ചൊക്കെ ഇരുന്നു പോയതേ. ഇതേതാ കുട്ടി? ഇത് സാനിയ. ഞാൻ സാനിയ. ആ ഹായ് സാനിയ. ഹായ്. എന്ത് ചെയ്യണു സിറ്റിയിൽ? നടക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ജീവിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി ശ്വാസം എടുക്കുന്നു, വിടുന്നു. രസിക്കുന്നു. ഓക്കെ. പിന്നെ വേറൊന്നുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണം. കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട്? മഴയാണ്. ഇപ്പോ നിങ്ങൾക്കും കാണാമല്ലോ, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. വെള്ളം വേണോ? പിന്നെ കഴിച്ചായിരുന്നോ? നവീനെങ്കിൽ വന്നടാ, നിന്റെ അച്ഛൻ വിളിച്ചായിരുന്നു ഒരു കാര്യം പറയാൻ വേണ്ടി. ഇങ്ങ് വന്നേ. കഴിച്ചായിരുന്നോ അത് സാനിയ? ഞാനാ നിന്റെ അച്ഛനെ വിളിച്ചത്. ആ കഴിച്ചു. ചേട്ടൻ വെച്ചോ. ഓ നമുക്കൊക്കെ ആര് ഫുഡ് തരാനാ സാനിയ? കേട്ടല്ലോ സാനിയ? ഞാൻ തരാലോ. ഓ ഞാൻ രാമൻ കഴിക്കത്തില്ല സാനിയ. ആ കഴിക്കത്തില്ലേ? എന്നാ വേറെ തരാം. ഓ ഇത് ബാർബിക്യൂ റിബ്സ് ഒട്ടും കഴിക്കത്തില്ല സാനിയ. എന്നാ വേറെ റേറ്റ് ഉണ്ട്. ഇത് കഴിക്കില്ല അറിഞ്ഞ. ചോക്ലേറ്റ് ബാർ ജോണിക്ക് കൊടുക്കണ്ട കേട്ടോ, ഷുഗർ ആണേ. ഓക്കെ, കൊടുക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ഇതോ? പറഞ്ഞു. എന്ത് പാട് ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വിളിക്കാൻ കേട്ടോ. ജോണി വന്നു കഴിഞ്ഞാൽ ജോണിക്ക് കഴിക്കാൻ വല്ലതും വേണോന്ന് ചോദിക്കണം. ഓക്കെ. അപ്പം മുട്ടായി കൊടുക്കാൻ നേരം ഓരോന്നിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ജോണി ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ മുട്ടായി കൊടുക്കുന്ന സമയത്ത് വേണ്ട ഷുഗറാന്ന് പറയണം. മനസ്സിലായി? ഓ ജോണി മുതുക്കിലെന്നെ എനിക്കിപ്പോ നിന്നെ കാണണം സാത്താനെ. എന്തോ എടോ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടോ ആ കൊച്ചു കോയി കഫേലേ ഫുഡ് ഡെലിവറി ചെയ്യുന്നേ, മനസ്സിലായോ? കോഡ് ഭാഷ ഞാൻ പറയട്ടെ. ആ കൊച്ചിന്റെ അടുത്ത് വിശക്കുന്നു എന്ന് ചോദിക്കണം. വിശക്കുന്നു എന്ന് പറയണം. കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കണം. അപ്പൊ ആ കൊച്ചു പറയും കഴിച്ചു എന്ന് പറയും. അപ്പൊ ഞാൻ എന്തോ പറയും കഴിച്ചില്ല എന്ന് പറയും. അപ്പൊ കോയി കഫെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചു ഓരോന്നായിട്ട് ഇങ്ങോട്ട് തരും. ഒരു 2-3 എണ്ണം ഒന്ന് നോ പറഞ്ഞേക്കണം. ലാസ്റ്റിലത്തെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ നീട്ടി വാങ്ങിക്കണം. മനസ്സിലായോ?
ഓക്കെ. മനസ്സിലായി? ആദ്യം നമ്മൾ എസ് പറയരുത്, മനസ്സിലായി? ആദ്യം നമ്മൾ എസ് പറയരുത്. വേണോന്ന് ചോദിക്കും അപ്പം. വേണമെന്ന് ചോദിക്കും. ഇത് തരാം ഇത് തരാന്ന് പറയാം. ആദ്യത്തെ 2 3 വേണ്ടാന്ന് പറയണം. ശരി. ആദ്യത്തെ 2 3 വേണ്ടാന്ന് പറയും കേട്ടോ. സനിയ ഓ കഴിച്ചോ? ഞാൻ ഫുഡ് കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? ഇല്ല. എന്തേ കഴിക്കാത്ത? ആരൊക്കെ മേടിക്കണ്ടേ? ആരും കയ്യിലില്ല, ഇനി മേടിക്കാൻ പോണം. ഞാൻ തരാം. വേണ്ട 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 കുട്ടി വരണ്ട, വേണ്ട. അല്ല കഴിച്ചോളൂ. ഇല്ല വേണ്ട 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 കുട്ടി വേണ്ട 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 സനിയ. ജോണി ഇങ്ങോട്ടൊന്ന് വന്നേ, ജോണി ഇങ്ങോട്ടൊന്ന് വന്നേ, ജോണി ഇങ്ങോട്ടൊന്ന് വാടോ, ഇങ്ങോട്ടൊന്ന് വാ. വേണ്ടായിരുന്നു. ഇങ്ങോട്ടൊന്ന് വാടോ, ഇങ്ങോട്ടൊന്ന്. എടോ ഇങ്ങോട്ടൊന്ന് വാ. ഇതെന്തോ തന്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണോ ഈ ചെറുക്കൻ? നീ എവിടെ പോന്നടാ? ഞാനല്ലടാ ജോണി, നീ ആ കൊച്ചിന്റെ കൂടെ കാണാൻ നിക്കടാ. ആദ്യം ആ കൊച്ച് ബാർബിക്യൂ റിപ്സ് തരും. അല്ല ആദ്യം രാമൻ തരും, പറയുന്ന കേക്ക്. അപ്പം രാമനൊക്കെ നമ്മൾ കഴിച്ചു കൊടുത്തേ വേണ്ടാന്ന് പറയണം. അപ്പൊ ആ കൊച്ച് വേറൊരു സാധനം തരും, അത് കഴിച്ചു കൊടുത്തേ വേണ്ടാന്ന് പറയും. അത് കഴിഞ്ഞ് വേറൊരു സാധനം തരും, ബാർബിക്യൂ. അതും കഴിച്ചു കൊടുത്തേ വേണ്ടാന്ന് പറയണം. അപ്പൊ കൊച്ച് വേറൊരു സാധനം തരും, ചോക്ലേറ്റ്. അത് തന്നോ എനിക്ക്? എനിക്ക് 4 കിട്ടി. ഞാൻ നോ പറഞ്ഞു. പക്ഷെ ചോക്കി അവളുടെ വാരിപ്പുറക്കി ഇങ്ങ് തന്നുകൊണ്ടിരിക്കും. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ നോ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല ജോക്കി. ഞാൻ എന്താണ് ഈ ചെയ്യണ്ടേ? ഞാൻ എന്താണ് ഇനി പറയണ്ടേ? ഞാൻ ഇനിയും വേണ്ടാന്ന് പറയട്ടെ? ഇതുവരെ മാതിരി മറ്റേ ഓറഞ്ച് വേണോ ചോദിക്കുമ്പോഴേ കൈ നീട്ടിയത് വേണ്ടാന്ന് പറഞ്ഞ പോലെ എന്താ ചോദിക്കാ. എന്നിട്ട് ലാസ്റ്റ് അവൾ എന്നോട് ചോദിച്ചു കേട്ടോ, ഷുഗർ ഉണ്ടോന്ന്. എന്നെ കണ്ടിട്ടെ ഷുഗർ ഡാഡി ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല എന്നിട്ട് എന്തോ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലെന്ന്. അല്ല ചോക്കി കിട്ടിയില്ല ഒന്നും. എടോ ഞാൻ ചോദിക്കാതെ പറയട്ടെ, ആ കൊച്ചു വന്ന് അണ്ണൻ കഴിയുന്നു പറഞ്ഞ കയ്യിലോട്ട് വെച്ച് തരുമല്ലായിരുന്നു. അത് പോട്ടെ, കോണിന് മറ്റേ ക്യാത്തി ഏട്ടായി എന്ന് പറഞ്ഞ് വിളിച്ചെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഓടി ഇങ്ങോട്ട്. അറിയത്തില്ല, ഞാൻ പെണ്ണിനെ മലയെ പിടിച്ചോണ്ട് പോയെന്നോ കെട്ടിയിട്ടു. ഒരാള് ഏട്ടായി എന്ന് പറയുന്ന ഒരാള് അണ്ണൻ കഴി. എന്ത് ചെയ്യാനോ ട്രെൻഡി ആയി പോയില്ലേ ഞാൻ. സാനിയ ഉണ്ടായിരുന്നു കേട്ടോ സാനിയ. ഷുഗർ ഉള്ളതുകൊണ്ടായിരിക്കില്ലേ? ചോക്ലേറ്റ് അല്ല ചോക്ലേറ്റ് അല്ല, ചോക്ലേറ്റ് ഒക്കെ ഞാൻ നല്ലതായിട്ട് കഴിക്കും. ഷുഗർ അല്ലല്ലോ. എനിക്ക് കുറച്ച് ഷുഗർ വരണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. എന്നാ ഞാൻ ചോക്ലേറ്റ് കുറച്ച് കൊടുത്തു. മധുരപ്രിയനാന്നേ. ആണ് മാറി, പിന്നെയാണ് മാറി. അതെല്ലാം പോകുന്ന വേറെ ഇങ്ങോട്ടാ. സാനിയ എന്നെ ഇങ്ങനെ മധുരം തന്ന് കൊല്ലല്ലേ. സാനിയ ഞാനൊരു കാര്യം പറയട്ടെ സാനിയ? ഒന്നുമില്ല ജോണി, എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ജോണി. സത്യം പറഞ്ഞ സനിയ, എനിക്ക് സനിയെ കാണുമ്പോ ഓർമ്മ വരുന്നത് വേറൊരാളെയാണ്. ആനിയ. കാര്യം നിങ്ങളെ രണ്ടും ഒരേപോലെയാണ് കാണാൻ. ഞാൻ എപ്പോഴും സനിയെ കാണുമ്പോൾ ആനിയ എന്നാണ് വന്ന് വിളിക്കാറ്. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. എന്റെ സെയിം ആണോ കാണാൻ? ഈ കണ്ണാടിയും മുഖവും ഈ മുടി ഏകദേശം സെയിം ആണ്. മുടിയാണ് ഹൈലൈറ്റ്, മുടി ഏകദേശം സെയിം. അതാണ് എനിക്ക് കൺഫ്യൂഷൻ. ഞാൻ അതാണ് ആദ്യം നാന്യ എന്ന് വിളിച്ചിട്ടേ പിന്നെ സാനിയ ആണെന്നുള്ള മനസ്സിലാക്കിയപ്പോൾ ഞാനങ്ങ് തിരിഞ്ഞിരുന്നു. മോനെ അല്ല സാനിയ പണ്ട് ഓർക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. എന്തുവാ? സാനിയ വാസുവിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു.